അലക്സ് നിറോഷയെ ബെഡിൽ കിടത്തി അർത്ഥബോധാവസ്ഥയിലായിരുന്ന അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഒരു ഗൗൺ ധരിച്ചിരുന്നെങ്കിലും അവളുടെ ശരീരം പൂർണ്ണമായും അലക്സിന് കാണാമായിരുന്നു. അതിസുന്ദരിയായിരുന്ന നിറോഷയുടെ ആകാരവടിവ് അവനെ മത്തുപിടിപ്പിച്ചു. എങ്കിലും തന്റെ മനസ്സിനെ അയാൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നിറോഷയുടെ ബോഡിഗാർഡാണ് താനെന്ന് അലക്സ് അയാളെ തന്നെ ഓർമ്മിപ്പിച്ചു. അവളുടെ തുടയിൽ മാറിക്കിടന്നിരുന്ന ഗൗൺ നേരെയാക്കാൻ അലക്സ് അവളുടെ അടുത്തേക്ക് പോയി. അലക്സിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് നിറോഷ അവനെ കയറിപ്പിടിച്ചത്. ലഹരിയുടെ മായിക ലോകത്തായിരുന്ന നിറോഷ അവനെ തന്റെ ശരീരത്തിലേക്ക് അടുപ്പിച്ചു. പരസ്പരം വാരിപ്പുണർന്ന് അവർ കിടന്നു. ഒരു കോടീശ്വരിയായിട്ടായിരുന്നു നിറോഷയുടെ ജനനം. പണം കൊണ്ട് സമ്പന്നയായിരുന്നെങ്കിലും സ്നേഹം കൊണ്ട് അവൾ ദരിദ്രയായിരുന്നു. കുടുംബത്തിലെ ആരും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല എന്ന വിഷമം അവൾക്കുണ്ടായിരുന്നു. ആ ഒറ്റപ്പെടൽ അവൾ തീർത്തത് സംഗീതം കൊണ്ടായിരുന്നു. അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയായി മാറിയിട്ടും അവൾ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ആ ദിവസമായിരുന്നു നിറോഷയുടെ ജീവിതം മാറ്റിമറിച്ചത്. വെറുമൊരു ബോഡിഗാർഡ് മാത്രമായിരുന്ന അലക്സ് അവളുടെ ബോയ്ഫ്രണ്ടായി മാറിയ ദിവസം. അലക്സിന്റെ കരുതൽ അവൾ ആസ്വദിച്ചു. പുറമേ ബോഡിഗാർഡായും തങ്ങൾ മാത്രമുള്ള വേളകളിൽ കാമുകന്മാരായും അവർ ജീവിച്ചു. അലക്സ് വളരെ പ്രൊട്ടക്റ്റീവായിരുന്നു. പൊതുസദസ്സുകളിലെ കാമക്കണ്ണുകളിൽ നിന്നും തന്നെ ദുരുപയോഗം ചെയ്യാൻ കാത്തിരുന്ന VIP സംഘാടകരിൽ നിന്നും അലക്സ് അവളെ സംരക്ഷിച്ചു. പലപ്പോഴും ഈ കരുതൽ തന്നെയായിരുന്നു അവർക്കിടയിൽ തർക്കമുണ്ടാക്കിയതും. നിറോഷ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ആൺ സുഹൃത്തുക്കളുമായി ഇടപഴകുന്നതും അലക്സിന് ഇഷ്ടമായിരുന്നില്ല. അത്തരമൊരു പിണക്കത്തിലൂടെ അവർ കടന്നുപോകുന്ന ഒരു സമയത്തായിരുന്നു അലക്സിനെ അവിചാരിതമായി ഒരു ഹോട്ടൽ മുറിയിൽ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം നിറോഷ കാണാനിടയായത്. അലക്സിന് തന്നോട് പറയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് നിറോഷയ്ക്ക് തോന്നി. അലക്സ്, ആരാ പെൺകുട്ടി? നിനക്ക് ഞാനറിയാത്ത വല്ല രഹസ്യമുണ്ടോ? ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു മറുപടി പ്രതീക്ഷിച്ച നിറോഷയെ ഞെട്ടിക്കുന്നതായിരുന്നു അലക്സിന്റെ മറുപടി. തല താഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, ഉണ്ട്. ഇനിയും നിന്നെ പറ്റിക്കാൻ എനിക്ക് കഴിയില്ല. നീ കരുതുന്ന പോലെ നിന്നെ സംരക്ഷിക്കാനല്ല ഞാൻ നിന്റെ ബോഡിഗാർഡ് ഇവിടെ വന്ന് നിന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയാ. എന്തിനാണ് അലക്സ് നിറോഷയുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അലക്സിന്റെ പ്രണയം വെറും അഭിനയം മാത്രമായിരുന്നു. ബാക്കി കഥയറിയാം കുക്കു FM-ലെ ഹെർ ബോഡിഗാർഡ് എന്ന ഓഡിയോ ഷോയിലൂടെ. കൂടുതൽ ഗംഭീര ഓഡിയോ ഷോകൾ ആസ്വദിക്കാനായി ഇപ്പോൾ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.